ആലപ്പുഴ മാരാരിക്കുളം പഞ്ചായത്തിൽ കുടിവെള്ളത്തിനായി ശുദ്ധജലം ലഭ്യമായിട്ട് മാസങ്ങൾ. വൻതുക ചെലവാക്കി ജലസംഭരണി സ്ഥാപിച്ചിട്ടും ഇതുവരെയും കുടിവെള്ളം ലഭ്യമാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് ആക്ഷേപം. രണ്ട് വയസ്സുള്ള കുഞ്ഞുങ്ങൾ തൊട്ട് ഈ വെള്ളത്തിലെ കുളിക്കുകയും നനയ്ക്കുകയും എല്ലാം ചെയ്യുന്നത്. മിക്കവർക്കും സ്കിൻ പ്രോബ്ലങ്ങളും എല്ലാം ഉണ്ടായിട്ട് മരുന്ന് വാങ്ങിച്ചാണ് അവർ ഇരിക്കുന്നത്. ഇപ്പോൾ ഒരു 4 മാസമായിട്ട് ഒരു തുള്ളി നല്ല വെള്ളം വരുന്നില്ല. ഇപ്പോൾ അവർ പറയുന്നത് വാട്ടർ അതോറിറ്റിയുടെ കുഴപ്പം കൊണ്ടാണ്. അവർ റോഡ് പൊളിച്ച് ഇങ്ങോട്ടുള്ള കണക്ഷനിൽ ബ്ലോക്ക് ഉണ്ടാകുന്ന നോക്കിയാലേ നിങ്ങൾക്ക് വെള്ളം കിട്ടത്തുള്ളെന്നാണ് പറയുന്നത്. ഈ വെള്ളമാണ് ഈ മനുഷ്യർ മാസങ്ങളായി ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ വിശ്വസിക്കാനാവില്ല. മലിനജലമാണെന്നറിഞ്ഞിട്ടും മറ്റൊരു വഴിയുമില്ലാത്തതിനാൽ ഇതുതന്നെ ഉപയോഗിക്കേണ്ട ദുരവസ്ഥ. കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളതാണ്. ഈ വെള്ളത്തിൽ എങ്ങനെയാണ് അവരൊക്കെ കുളിപ്പിക്കുക? പൈസ കൊടുത്ത് മേടിക്കുകയാണ്. 1 ലിറ്റർ 1 രൂപ വെച്ച് 20, 100, 200, 300 രൂപയ്ക്ക് ആഴ്ചയിൽ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഭയങ്കര ഒരു ദയനീയാവസ്ഥയാണ്. ഇത് അധികാരികളിൽ മുന്നിൽ തന്നെ എത്തി ഇതിനൊരു എത്രയും വേഗം ഒരു നടപടി ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. 6.22 കോടി രൂപ മുടക്കി നിർമ്മിച്ച വാട്ടർ ടാങ്കിന്റെയും 38.26 കോടിയുടെ കുടിവെള്ള വിതരണ ശൃംഖലയുടെയും നിർമ്മാണങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. പദ്ധതികളുടെയും കോടികളുടെയും കണക്ക് ഒരു വശത്ത് പറയുമ്പോഴും കുളിക്കാനും കുടിക്കാനും ശുദ്ധജലം ലഭ്യമാകുന്നില്ല എന്നതാണ് വാസ്തവം. നമ്മൾ വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ട് പോയി കഴിഞ്ഞാൽ അത് സ്കൂളുകാർ ഇപ്പോൾ അത് മറിച്ച് കളഞ്ഞിട്ട് സ്കൂളിൽ നിന്നാണ് വെള്ളം കൊടുക്കണം. അപ്പോൾ ചോദിച്ചപ്പോഴത്തേക്ക് ഒരു ടെസ്റ്റ് നടത്തിയപ്പോഴത്തേക്ക് പല്ലൊടിഞ്ഞു പോകുന്ന ഇതാണ് പറയണത്. എല്ലിന് വരെ ദോഷം വരണ ഇതാണ് അവർ പറയണത്. മാരാരിക്കുളം തെക്ക് പഞ്ചായത്തിലെ 3, 4, 5 വാർഡുകളിലാണ് കുടിവെള്ള പ്രശ്നം രൂക്ഷമായി തുടരുന്നത്. പല വീടുകളിലും കുടിവെള്ള കണക്ഷനുകൾ പോലും ഇതുവരെയും ലഭ്യമായിട്ടില്ല. ഞങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളമാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന വെള്ളം, ഞങ്ങൾ കാണിച്ച വെള്ളം. ആ വെള്ളം ഉപയോഗിച്ചിട്ട് ശാരീരിക പ്രശ്നങ്ങളെല്ലാം ഉള്ളത് കാരണം അത് ഉപയോഗിക്കാൻ പറ്റാത്ത വെള്ളമാണത്. ഇനി ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾ വീട് മാറിപ്പോകേണ്ട ഗതികേടിലാണ്. ആ വിധത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു 100-200 മീറ്റർ അപ്പുറം ജപ്പാൻ വെള്ളം വന്നിട്ടുണ്ട്. അതിൽ നിന്നൊന്ന് കണക്ട് ചെയ്ത് ഞങ്ങൾക്ക് തന്നാൽ ഒരു പരിധിവരെ ഞങ്ങൾക്കുള്ള പരിഹാരമാകും. കാട്ടൂരിലെ ജലസംഭരണിയിൽ നിന്നുമുള്ള ജലം എത്തിക്കുന്നതിന് സാങ്കേതിക തടസ്സമുണ്ടെന്നാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ പറയുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രശ്നപരിഹാരത്തിന് നടപടി സ്വീകരിക്കാമെന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഉറപ്പിന്മേൽ പ്രതീക്ഷയർപ്പിച്ച് കാത്തിരിക്കുകയാണിവർ. ന്യൂസ് മലയാളം, ആലപ്പുഴ.